ചാപ്റ്റർ നിങ്ങൾ നോക്കിയല്ലോ അല്ലെ? ഇന്ന് തന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കിയല്ലോ. ആദ്യം തന്ന PDF നിങ്ങൾക്ക് ഒന്നുകൂടെ വായിക്കാൻ സുഖമാവും അല്ലെ? ആദ്യം തന്ന PDF നിങ്ങൾക്ക് ഒന്നുകൂടെ വായിക്കാൻ ഒരു സുഖം ഉണ്ടാവും. അത് തുല്യതാ പരീക്ഷയുടെ PDF ആണ്, +1ന്റെ തന്നെയാണ്. രണ്ടാമത്തെ PDF എന്ന് പറയുന്നത് നമ്മുടെ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന PDF ആണ്. അതായത് ഇപ്പൊ +1 +2 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന PDF എന്ന് പറയുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തല പെരുത്തോണ്ടിരിക്കും. അതായത് എന്തൊക്കെയാണ് ഈ പറയുന്നത്, പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു അവസാനമില്ലേ എന്നുള്ള ലെവലിലേക്കൊക്കെ എന്ത് ചെയ്യും, തോന്നിപ്പോവും. പക്ഷേ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതായത് എങ്ങാനും ഒരു 1-2 പോയിന്റ് അഡീഷണൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ കവർ ചെയ്യാൻ പറ്റണം. അതിനാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തേതും കൂടെ എടുത്തത്. എന്നാലോ ഇത് രണ്ടും അല്ലാതെ ഇനി വേറെ പുസ്തകവും എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഓടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിലും കണ്ടന്റ് ഒന്ന് തന്നെയാണ്. ഇനി അതിലത്തെ കാതലായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? അപ്പൊ ഇനി കുറെ ആളുകൾക്കുള്ള സംശയമാണ് എന്ത്, ഞങ്ങൾ 10th ലെവലുകാർ ഇത് ഫോളോ ചെയ്യണോ, +2കാർ ഇത് ഫോളോ ചെയ്യണോ, ഡിഗ്രിക്കാർ ഇത് ഫോളോ ചെയ്യണോ എന്നുള്ളത്. എല്ലാവർക്കും കോമൺ ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്നത് അല്ലെ? നോർമലി ഈ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സെയിം ആയിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നതെല്ലാം എന്താണ്, സെയിം ആയിട്ടുള്ള ടോപ്പിക്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തുടങ്ങി പിന്നെ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 7ത്തെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ് 10ാം ക്ലാസ്സിൽ അല്ലെ? എന്നാൽ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് +2ൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുകയാണെങ്കിൽ നമുക്ക് ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ പറ്റും. കാരണം +2 ആണല്ലോ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ അതിൽ മാക്സിമം കണ്ടന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് അവിടെ നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം ഏതൊക്കെ രീതിയിൽ. നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതുപോലെ ടേബിൾ ആക്കിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതും, പിന്നെ അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 1-2 മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ആ എണ്ണവും ഡേറ്റും ഒക്കെ കൊടുത്തതൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ? 1949 അംഗീകരിച്ച ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ അതൊന്നും അങ്ങനെ കയറി എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. പിന്നെയോ ഈ പറയുന്ന എണ്ണത്തിലും എന്തുണ്ടാവും, എണ്ണത്തിലും മാറ്റം ഉണ്ടാവും. അപ്പൊ അതൊന്നും അതുപോലെ എന്ത് ചെയ്യരുത്, കയറി പഠിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത്. അപ്പോ ആദ്യമേ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ പുതിയ പാറ്റേണിന് സ്മാർട്ട് വർക്ക് മാത്രം പോരാ കേട്ടോ. പുതിയ പാറ്റേണിന് പഠിക്കുമ്പോൾ സ്മാർട്ട് വർക്ക് മാത്രം പോരാ, ഹാർഡ് വർക്ക് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സംഭവം. നേരത്തെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഒരു ഭരണഘടന എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് പഠിച്ചാൽ മതിയായിരുന്നു അല്ലെ? ഇപ്പൊ അത് പോരാ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ 5 കർത്തവ്യങ്ങൾ, ഭരണഘടന കർത്തവ്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു കർത്തവ്യങ്ങൾ ഉണ്ടോ? ഞാൻ ആകെ പഠിച്ചിരുന്നത് മൗലിക കർത്തവ്യങ്ങൾ മാത്രമാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ? ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒന്നും എന്ത് ചെയ്തിരുന്നില്ല, നോക്കിയിരുന്നില്ല. പക്ഷെ ഇനി ചോദ്യകർത്താവിന് എന്ത് ചെയ്യാം, എവിടുന്ന് വേണമെങ്കിലും എന്ത് സെന്റൻസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. ചോദ്യകർത്താവിന് പണി എളുപ്പമാക്കി പരീക്ഷ എഴുതുന്നവൻ എന്ത് ചെയ്തു, പണി എന്നുള്ളത് 8ന്റെ പണിയായി എന്നുള്ളത്. അതാണ് ഇപ്പൊ എന്ത് ചെയ്തത്, ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ ഇനി മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. ഇനി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുറകോട്ട് വലിക്കൽ എന്ന് പറയുന്നത്, ഇന്നലെ കുറെ ആളുകൾ ഫോർവേഡ് ചെയ്ത് തന്നായിരുന്നു എന്ത്, മറ്റേ യൂണിവേഴ്സിറ്റി കൈക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് എന്താ, ഇതുപോലെ ലിസി, അപ്പൊ ഇത്രയും പേര് അയച്ചു തന്നപ്പോ എനിക്ക് തോന്നിപ്പോയി ഇവരെല്ലാവരും ട്രൈ ചെയ്തിരുന്നത് ലിസിയുടെ പോസ്റ്റിലേക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. ആ ഒരൊറ്റ പോസ്റ്റിലേക്കാണ് ഇത്രയും കാലം എന്ത് ചെയ്തത്, ഇത്രയും കാലം ട്രൈ ചെയ്തത്. പലരും പറയും ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത്, പിൻവാതിൽ നിയമത്തിന് നിങ്ങളുടെ അടുത്ത് ക്യാഷോ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് ഹോൾഡോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴി നോക്കിക്കോ. മുൻവാതിലൂടെ മലക്കെ തുറന്നു കിടക്കണം. അവിടെ ഒരു രാഷ്ട്രീയ പിടിപാടും വേണ്ട, ഒരു പണവും വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് അതില് കയറാൻ ആളില്ല. ഇപ്പൊ ഈ പറയുന്ന
പിൻവാതിൽ പിൻവാതിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, മുൻവാതിൽ തുറന്നിട്ടേക്കല്ലേ, അവിടെ വല്ല ഹോൾഡും വേണോ, അവിടെ പണം വേണോ? ഇതൊന്നും വേണ്ട. ഈ പറയുന്ന പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ആ ലെവലിലേക്ക് എടുക്കാൻ നിൽക്കണ്ട. നമ്മളിങ്ങനെ ന്യായീകരണവും അതുപോലെ തന്നെ മറ്റുള്ള കുറ്റവും കുറവും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയാണെങ്കിൽ അവിടെ പോകുന്നത് എന്തിനാ? നമ്മളെ വിലപ്പെട്ട സമയമാണ്. നമുക്കൊരു ജോലി എത്തിപ്പിടിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പ്രാരാബ്ദമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ലെവലിലേക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പഠിച്ച് ഒരു ലെവലിലേക്ക് എത്താൻ ചിലപ്പോൾ സാധിച്ചോണം എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉള്ള സമയം മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ഒരു ജോലി കയ്യിൽ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് കുറെ കാലം ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് ചെയ്തില്ല, കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഭരണഘടനയുടെ കർത്തവ്യങ്ങളാണ് എന്നുള്ളത്. പിന്നെയോ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? 5 കർത്തവ്യങ്ങൾ സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക. രണ്ടാമത്തേത് നിയമങ്ങൾ എല്ലാവരും അനുസരിക്കുമെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ എന്ത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ? ഏറ്റവും ചുരുക്കിയിട്ട് അവിടെ ഓർത്താൽ മതി, എന്ത്? ഐക്യവും ഉറപ്പും വരുത്തുക എന്നുള്ളത്. മനസ്സിലായല്ലോ? ഐക്യവും ഉറപ്പും വരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കർത്തവ്യം കേട്ടോ. അപ്പൊ ഒന്നാമത്തേതായല്ലോ, ഭരണഘടനയുടെ ഒന്നാമത്തെ കർത്തവ്യം ഐക്യവും ഉറപ്പും വരുത്തുക. ആ ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യക്കാരെന്ന് പറയുന്നത് വ്യത്യസ്ത ജാതിയിലും വ്യത്യസ്ത മതത്തിലും പെട്ട സമൂഹമാണ്. അവർക്കിടയിൽ എന്തുണ്ടാക്കണം? ഒരു ഐക്യം ഉണ്ടാക്കണം. പിന്നെയോ നിയമം കുറച്ചു പേർക്ക് ബാധകമാണ് എന്നല്ല ഭരണഘടന പറയുന്നത്. നിയമം എല്ലാവർക്കും ബാധകമാണ്, എല്ലാവരും അനുസരിച്ചേ പറ്റൂ എന്നുള്ള ലെവലിലുള്ള ഒരു ഉറപ്പ് ആര് കൊടുക്കണം? ഭരണഘടന കൊടുക്കണം. അല്ലാതെ ഭരണാധികാരികൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവാമെങ്കിൽ ഞങ്ങൾക്കും ആവാം എന്നുള്ളൊരു തോന്നൽ ആർക്ക് വരും? മറ്റുള്ളവർക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നിയമങ്ങൾ എല്ലാവരും അനുസരിക്കുമെന്ന ഉറപ്പും കൊടുക്കണം, പിന്നെ ഐക്യവും ഉണ്ടാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് നിശ്ചയിക്കുക. നമ്മുടെ ഭരണഘടന പറയുന്നുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ആർക്കാണ് അധികാരം എന്നുള്ളത്. നമ്മളെ സെൻട്രൽ ഗവൺമെന്റിനുള്ള അധികാരം പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ള അധികാരം പറയുന്നുണ്ട്, എല്ലാം പറയുന്നില്ലേ. പിന്നെ ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇങ്ങനെ 3 എണ്ണം കറക്റ്റ് ആയിട്ട് തിരിച്ചിട്ടില്ലേ. ഈ 3 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 3 സ്ഥാപനങ്ങളാണ് നമ്മുടെ ഭരണകൂടത്തിൽ വരുന്നത് എന്നതിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ വായിച്ചടത്തുന്ന ചോദ്യം എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ വരാം, അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്. നിയമനിർമ്മാണം നടത്തുന്നതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നത് ഭരണഘടനയാണ്. നിങ്ങളവിടെ വായിച്ചപ്പോ ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ അതിൽ വായിച്ച സമയത്ത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അധികാരം ആർക്കാണ് എന്ന് പറയുന്നിടത്ത് ഒരു 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. അതാണ് ഇത്, ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്, നിയമനിർമ്മാണം നടത്തുന്നതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നത് ഭരണഘടനയാണ്. ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നിയമനിർമ്മാണ സഭയല്ലേ, ലെജിസ്ലേച്ചർ അല്ലേ ഈ പറയുന്നത്. അത് ഒന്നാമത്തെ സ്ഥാപനം. രണ്ടാമത്തതോ, നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഭരണഘടന നൽകിയിട്ടുള്ളത് കാര്യനിർവഹണ വിഭാഗത്തിനാണ്. അപ്പൊ ഇതേതാ? എക്സിക്യൂട്ടീവ്, രണ്ടാമത്തെ സ്ഥാപനം. അപ്പൊ ഒന്നാമത്തെ സ്ഥാപനം നമ്മൾ പറഞ്ഞു എന്ത്, ലെജിസ്ലേച്ചർ എന്നുള്ളത്, നിയമനിർമ്മാണ സഭ. രണ്ടാമത്തേത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അത് ആ നിയമം എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളത്. ഇവര് നിയമം നിർമ്മിക്കുന്നു, ഇവിടെ നിയമം നടപ്പിലാക്കുന്നു. ഇനിയോ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? നീതിന്യായ വിഭാഗത്തിനാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ 3 സ്ഥാപനങ്ങൾക്കാണ് ഇന്ത്യയിൽ ഭരണകൂടത്തിൽ ഉൾപ്പെടുന്നത്. അത് എത്ര എണ്ണമായിട്ട് കാണിക്കാം? നമുക്ക് 4 സ്ഥാപനമൊക്കെ ആയിട്ട് കാണിക്കാം. കാണിച്ചൂടെ? പരീക്ഷയ്ക്ക് നമുക്ക് 4 സ്ഥാപനമൊക്കെ ആയിട്ട് തരാൻ പറ്റും. ഇപ്പോ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇവിടെ നീതിന്യായ വിഭാഗത്തിനാണ് എന്ന് തന്നു, പിന്നെയോ കാര്യനിർവഹണ വിഭാഗത്തിനാണ് എന്ന് തന്നു, ഇവിടെ പാർലമെന്റ് ആണ് നിയമം നിർമ്മിക്കുന്നത് എന്ന് തന്നു. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ ഇലക്ഷൻ കമ്മീഷനോ
ഒക്കെ കൂടെ പറഞ്ഞിട്ട് ഈ 4 സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ ഈ 5 സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടത്തിൽ ഉൾപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ആ ഇന്ത്യയിലുള്ളത് തന്നെയാണല്ലോ. ഈ പറയുന്ന ഭരണകൂടത്തിന്റെ മെയിൻ ആയിട്ടുള്ള 3 തൂണുകൾ എന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ. ഈ പറയുന്ന നിയമനിർമ്മാണ സഭ, അതേപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അപ്പൊ അതാണ് അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിലോ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഇന്ത്യയിൽ ഇപ്പൊ ഭരണം പിടിച്ചടക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ തടയേണ്ടി വരും എന്നുള്ള ലെവലിൽ കേട്ടോ. അപ്പൊ ആ 3 സ്ഥാപനങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനിയോ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞോടെ അധികാരം ആർക്കാണ് എന്നെന്ത് ചെയ്തിരിക്കുന്നു, ഭരണഘടന കറക്റ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. മൂന്നാമത്തതോ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. രണ്ടാമത്തെ. അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു, അധികാരം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ എന്ത് പറഞ്ഞു, അധികാരത്തിന് പരിധി. ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ഇന്ന ജാതിയിൽപ്പെട്ട ആള് മാത്രമേ ആവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന മതം മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ വല്ലതും ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അപ്പൊ അധികാരങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു, പരിധി നിശ്ചയിക്കുക. മൂന്നാമത്തതോ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഗവൺമെന്റിനെ പ്രാപ്തരാക്കുക. സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും, വ്യത്യസ്ത വിഭാഗം ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ കാര്യങ്ങളും അവരുടെ അഭിലാഷങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, സഫലീകരിക്കണം. സവർണരുടെ മാത്രം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സഫലീകരിച്ചാൽ മതിയോ? പോരാ. താഴ്ന്ന വിഭാഗക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അവരുടെയും ഒക്കെ എന്ത് ചെയ്യണം, ഈ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തരാക്കുക. പിന്നെയോ ജനതയ്ക്ക് മൗലികമായ ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്യുക. അത് പറഞ്ഞാൽ എന്താണ്, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളാവും, മതത്തിൽപ്പെട്ട ആളാവും, പിന്നെയോ പലതരത്തിലുള്ള കളറുകളാവാം, എല്ലാം ഒരുപാട് വ്യത്യാസം ഉണ്ടാവും, പ്രദേശം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞ ദേശീയത അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു, ഒരു മൗലികമായ ഒരു വ്യക്തിത്വം അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെ? നമ്മളിപ്പോ 28 സംസ്ഥാനക്കാരുണ്ട്, അതിൽ തന്നെ എന്ത് ചെയ്യുന്നു, പല മതക്കാരുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, ഒരു മൗലികമായ ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞ 5 എണ്ണത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭരണഘടനയുടെ കർത്തവ്യങ്ങളിൽ പെടുന്നത് പെടാത്തത്, ആ ചോദ്യമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. സംഭവം മനസ്സിലായല്ലോ? ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിക്കൊടുക്കാം. ഭരണഘടന ജനതയ്ക്ക് മൗലികമായ ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നില്ല. പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് വായിക്കുമ്പോ ആ ശരിയാണ്, മൗലികമായ വ്യക്തിത്വം അല്ല, മൗലിക അവകാശങ്ങളാണ് എന്നെന്ത് ചെയ്യും, പരീക്ഷാ ഹാളിൽ നമുക്ക് തോന്നും വായിക്കുമ്പോ. മനസ്സിലായോ? ഇതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി, നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് അനുസരിച്ചിട്ട് മാറും. അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. എന്ത്, ഐക്യവും ഉറപ്പും കൊടുക്കുക എന്നുള്ളത്. അധികാരം ആർക്കാണ് എന്ന് പറഞ്ഞു. പിന്നെയോ അധികാരത്തിന് പരിധി നിശ്ചയിച്ചു. സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തരാക്കുക. ഇവിടെയോ മൗലികമായ ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്യുക. അപ്പൊ 5 എണ്ണം കൊടുത്തിരിക്കുമല്ലോ, 5 എണ്ണത്തിൽ എന്ത് ചെയ്താൽ മതി, ചെറിയൊരു മാറ്റം വന്നാൽ മതി. നമുക്ക് പ്രത്യേകിച്ച് അവസാനം പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യൂല, പ്രദാനം ചെയ്യുന്നില്ല, അവിടേക്ക് നമ്മൾ എത്തൂല. കാരണം എന്താ, ജനതയ്ക്ക് മൗലികമായ വ്യക്തിത്വം അതുണ്ട്, അത് ഞാൻ വായിച്ചപ്പോ എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ എല്ലാം ഉണ്ട് എന്നുള്ള ലെവലിൽ ആൾ ഓഫ് ദി അബവ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4 അങ്ങനെ ഒരു ഓപ്ഷനും കാണാം. പക്ഷെ ഏത് കണ്ടിട്ടുണ്ടാവില്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ ചോദ്യം വരും എന്നുള്ളതിനെ കാണാം കേട്ടോ. ഇനിയോ ഭരണഘടനയുടെ ആധികാരികത എന്നാൽ എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 3 ബുള്ളറ്റാ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ചോദ്യകർത്താവിന് എന്ത് ചെയ്താൽ മതി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭരണഘടനയുടെ ആധികാരികതയുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായതേത് തെറ്റായതേത് എന്ന് കൊടുക്കാം. ഒരു 4ാമത്തെ ഓപ്ഷൻ ആയിട്ട് ഇവയെല്ലാം, ഇവയൊന്നുമല്ല കൊടുത്തൂടെ? പണി എളുപ്പമാണ്, 3 ബുള്ളറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ രീതിയിലൂടെ കാണണം. ഭരണഘടനയുടെ ആധികാരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനയ്ക്ക് ഒരു സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ് ആധികാരികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ പറയൂലേ, എക്സാം മാറ്റി എന്ന് പറയും.
ഫോർവേഡഡ് മെസ്സേജ് ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മൾ ചോദിക്കുന്നതാണ് എന്ത്, ഈ വന്ന വാർത്ത ആധികാരികമാണോ എന്ന്. കാരണം പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, പല രീതിയിൽ അടിച്ചിറക്കാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇതിന് ഒതന്റിസിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ആധികാരികത എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു ഭരണഘടനയ്ക്ക് ഒരു സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആധികാരികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടന സമൂഹത്തിന് ഗുണപ്രദവും പ്രയോജനകരവുമാണെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിനെ സ്വമേധയാ അനുസരിക്കുന്നത്. അവർക്ക് ഉപകാരം അല്ലെങ്കിൽ അവർ അനുസരിക്കുമോ ജനങ്ങൾ? ഇല്ലല്ലോ. ഇനിയോ, ജനങ്ങൾ ഭരണഘടനയെ സ്വമേധയാ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ആധികാരികമാകുന്നു. അപ്പൊ ഇവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്താ, ഭരണഘടനയുടെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതേത് തെറ്റായതേത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ആ ഒരു ചോദ്യം അവിടെ കാണണം. ഇതിന് വായിച്ചാൽ തന്നെ കിട്ടും. ഇവിടെ സ്വീകാര്യത പറഞ്ഞു, പിന്നെയോ ഗുണവും പ്രയോജനകരവുമാണെന്ന് തോന്നൽ ആർക്ക് വേണം, ജനങ്ങൾക്ക് വേണം. പിന്നെയോ ജനങ്ങൾ ഭരണഘടനയെ സ്വമേധയാ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, അതിന്റെ ആധികാരികത വർദ്ധിക്കുകയും ചെയ്യും. അത്രമാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയൊരു ചേഞ്ച് എന്ത് ചെയ്യാം, അവിടെ വരുത്താം. ജനങ്ങൾ ഭരണഘടനയെ സ്വമേധയാ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ആധികാരികമാകുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഭരണഘടനയെ എന്തായാലും സ്വമേധയാ അനുസരിക്കൊന്നും ചെയ്യൂല. ആ ഭരണഘടന എന്താണെന്ന് പറഞ്ഞു കൊടുത്താലല്ലേ അനുസരിക്കുള്ളൂ എന്നുള്ള ലെവലിലേക്കൊക്കെ നമുക്ക് തോന്നിപ്പോവും. മനസ്സിലായി? നമ്മൾ വായിച്ചു നോക്കുമ്പോ നമ്മൾ ഈ ലെവലിലുള്ള വായനയുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷാ ഹാളിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്ത്, ഇതിനുള്ളിൽ ഏതോ ഒരു സെന്റൻസ് തെറ്റുണ്ട്, അല്ലെങ്കിൽ ഏതോ രണ്ട് സെന്റൻസ് തെറ്റുണ്ട്. ആ തെറ്റ് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ വായിച്ചു നോക്കുന്നത് എന്ന മെന്റാലിറ്റിയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റേറ്റ്മെന്റിനെ വായിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ജനങ്ങൾ ഭരണഘടനയെ സ്വമേധയാ ഓരോ വാക്കിലും തെറ്റുണ്ടോ 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 എന്ന് തോന്നിപ്പോകും. അപ്പൊ ആ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് സ്വമേധയാ അനുസരിക്കാൻ സാധ്യതയില്ല. കാരണം ആരെങ്കിലും ഇപ്പൊ ഒരു ഭരണഘടന തെരഞ്ഞു പിടിച്ചിട്ട് സ്വമേധയാ അനുസരിക്കുമോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഇതൊരു ഓളത്തിൽ വായിച്ചു പോവാണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? ഇതിപ്പോ ഒരു ഓളത്തിൽ നമ്മൾ ജസ്റ്റ് ആൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടെക്സ്റ്റ് നോക്കി വായിച്ച ഒരാളാണെങ്കിൽ ഒരു ഭരണഘടനയ്ക്ക് ഒരു സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ്, പിന്നെ ഗുണവും പ്രയോജനവും ഉണ്ടെങ്കിലേ അവർ എന്ത് ചെയ്യുള്ളൂ, അനുസരിക്കുകയുള്ളൂ. സ്വമേധയാ അനുസരിക്കും എന്ത് ചെയ്യപ്പെടുന്നു, അത് ആധികാരികത വർദ്ധിക്കുന്നു. അത്രമാത്രം എന്ത് ചെയ്താൽ, ഏറ്റവും ചുരുക്കിയിട്ട് ഉള്ളടക്കം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് നമ്മൾ ഓരോന്നിലും തെറ്റ് കാണാൻ നിന്ന് കഴിഞ്ഞാൽ, കൊടുത്തിരിക്കുന്ന 50 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 50 സ്റ്റേറ്റ്മെന്റിലും തെറ്റ് തെരഞ്ഞ് എന്ത് ചെയ്യും, 1 മണിക്കൂർ അതിന് തന്നെ പോകും. ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിലൊന്നും കാര്യമായിട്ടൊരു തെറ്റുമില്ല എന്നുള്ളത് മനസ്സിലാകുന്ന. അപ്പത്തേക്ക് പിന്നെ ഇനി ഏത് കറുപ്പിക്കണം എന്ന് പറഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ, അങ്ങോട്ട് ഒരൊറ്റ പോക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പൊ ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല കേട്ടോ. ഇനിയോ, ഇന്ത്യയിൽ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നുണ്ടല്ലോ. ആ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്വമേധയാന്ന് പറഞ്ഞാൽ അവിടെ സ്വന്തം ഇഷ്ടം എന്നുള്ള ലെവലിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 18 വയസ്സായി കഴിഞ്ഞാൽ സ്വമേധയാ PSC എഴുതാൻ തയ്യാറാവുക എന്ന് പറയൂല നമ്മള്. ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടല്ല. 18 വയസ്സാവുമ്പോ സ്വമേധയാ PSC എഴുതാൻ ഇറങ്ങി വരിക എന്ന് പറയൂല നമ്മള്. അതുപോലെ അത്രേ ഉള്ളൂ കേട്ടോ. സുവമോട്ടോ അല്ല, ഭരണഘടന എന്ത് ചെയ്യുക, അത് വായിച്ചറിഞ്ഞിട്ട് സ്വമേധയാ അതിൽ നല്ല കാര്യങ്ങളാണ് എന്നെന്ത് ചെയ്യുക, നമ്മൾ നോർമലി അറിയാം. അപ്പൊ ഇന്നത്തെ എന്ത് ചെയ്തു, ഞാൻ 2 PDF ഇട്ട് തന്നു, നിങ്ങൾ 2 PDF ഇട്ട് തന്നിട്ട് ഒറ്റയടിക്ക് പേജ് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ആദ്യത്തെ PDF നിങ്ങൾ സ്വമേധയാ വായിക്കാൻ തയ്യാറായി. കാരണം എന്താ, അതിന്റെ ആ ഒരു ഘടനയും അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന രീതിയും കണ്ടപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഒരു താല്പര്യം തോന്നി. ഇത് കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ, അത് തോന്നിയത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, സ്വമേധയാ അത് വായിച്ചു. രണ്ടാമത്തെ PDF അത് കണ്ടാൽ തന്നെ വായിക്കാൻ തോന്നൂല, ഉള്ളതും കൂടെ എന്ത് ചെയ്യും, പ്രാന്താവും എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ സ്വമേധയാ തെരഞ്ഞെടുത്താണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ല അത് വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ അടുത്തത്
നോക്കാനുള്ളത്. അതില് 1935 ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ അവിടെ അതിന്റെ ഇടയിൽ ഒരു കോളത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗ്രീസിലെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോളം ഉണ്ട് അവിടെ. ഗ്രീസിലെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോളം ഉണ്ട് അവിടെ. അപ്പൊ അതിലൊരു 3 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ 3 സെന്റൻസ് ഒന്ന് കറക്റ്റ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി. പെരിക്ലിസിന്റെ കാലത്ത് ഏതൻസ് ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായിരുന്നു. കറക്റ്റ് ആണത് കേട്ടോ. മനസ്സിലായല്ലോ? പെരിക്ലിസിന്റെ കാലത്ത് ഏതൻസ് ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യം ആയിരുന്നു. ഇനിയോ ഗ്രീസിലെ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യമായിരുന്നു. നിങ്ങൾ ട്രാപ്പ് ആക്കാൻ പറ്റിയ സെന്റൻസാ. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഗ്രീസിലെ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യമായിരുന്നു എന്ന് കൊടുത്താൽ മതി അല്ലേ? ഇവിടെ പ്രത്യേകിച്ച് ഓർത്തിരിക്കാം, ഗ്രീസിലെ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യമായിരുന്നു. ഓരോ പൗരനും ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നു. അപ്പൊ 3 കറക്റ്റ് സെന്റൻസ് ആണ് എന്നുള്ള ലെവലിൽ കണ്ടാൽ മതി ഇതിനെ. പെരിക്ലിസിന്റെ കാലത്ത് ഏതൻസ് ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായിരുന്നു. അവിടെ നഗര രാഷ്ട്രങ്ങളായിരുന്നല്ലോ. ഏതൻസും സ്പാർട്ട എന്നൊക്കെ പറയുന്നത് നഗര രാഷ്ട്രങ്ങളായിരുന്നില്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടേക്ക് എന്തായിരുന്നു? പെരിക്ലിസിന്റെ കാലത്ത് പൂർണ്ണ ജനാധിപത്യ രാജ്യമായിരുന്നു. ഗ്രീസിലെ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യമായിരുന്നു. ഓരോ പൗരനും ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിയായിരുന്നു എന്നുള്ളത്. ഇത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 ടെക്സ്റ്റ് ബുക്കിൽ വലത്തെ സൈഡിൽ ഒരു ടേബിൾ ആക്കിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ കളിത്തോട്ടിൽ എന്ന് പറയുന്നതിന് നമ്മൾ ഗ്രീസ് അല്ലേ? ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറഞ്ഞ് നടക്കുന്നതന്നെ നമ്മൾ എവിടുന്ന? ഗ്രീസിൽ നിന്നല്ലേ? അതിനുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളല്ലേ അവിടെ പറഞ്ഞുള്ളൂ. അതും നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നതാ? നോർമലി നമുക്ക് മറ്റേ 8ലോ 9ലോ 10ലോ ഒക്കെ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഗ്രീസിലെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇവിടെ ആകെ 3 സെന്റൻസ് അല്ലേ പറഞ്ഞുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഏതിന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിക്കുന്നത്? 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. അത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ? അപ്പൊ ഇനി സ്റ്റേറ്റ്മെന്റ് ആവുമ്പോ എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ആവുമ്പോ ഇതിന്റെ വർഷത്തിൽ അങ്ങോട്ട് വ്യത്യാസം വരുത്തിയാൽ മതി. ഇതിന്റെ വർഷത്തിൽ വ്യത്യാസം വരുത്തിയാൽ മതി. 1964 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ 46 പഠിച്ചു വന്ന് നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, 4ഉം 6ഉം തന്നെയാണല്ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യും? തോന്നിപ്പോവും. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ മാസം നടന്ന എക്സാമിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് തെറ്റായത് ഏത് എന്ന് ചോദിച്ചു. എന്നിട്ട് എന്ത് കൊടുത്തു? 1881 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 91 എന്നുള്ളത് എന്താക്കി? 81 എന്നാക്കി കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലെ ശരിയും തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? മാറ്റി കൊടുക്കുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് കണ്ടോണം. ഇങ്ങനെ ഈ 1946 ക്യാബിനറ്റ് മിഷൻ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം? കൂട്ടിക്കോട്ടും. മറ്റേ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റൗലറ്റ് ആക്ടിന്റെ നിയമം കൊടുത്തില്ലേ? റൗലറ്റ് ആക്ടിന്റെ നിയമം മറ്റേ വർഷം എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തില്ലേ? 1919 എന്നുള്ളത് 1909 അങ്ങനെ എന്തോ കൊടുത്തില്ലായിരുന്നോ? ഇനിയോ അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മൾ പറഞ്ഞു എന്ത്? 46 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നൊന്ന് പറഞ്ഞോടെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമസഭകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ഇതവിടെ പ്രത്യേകിച്ച് അവിടെ ഓർത്തിരുന്നോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്ത്? അന്ന് നിയമസഭകളൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ? അന്ന് നിയമസഭകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തത്? നിയമസഭകൾ സ്ഥാപിക്കപ്പെട്ടത്. ഇത് മാറ്റി കൊടുത്തൂടെ?
1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിയമസഭകൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ദ്വിമണ്ഡല സഭയൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ മിക്കവാറും അതിന്റെ കൂട്ടത്തിൽ തന്നെയാവും നിയമസഭയും വന്നിട്ടുണ്ടാവുക എന്നൊക്കെ എന്ത് ചെയ്യും നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കൺട്രോളിങ് പവർ ഉള്ള ഒരാളാണെന്ന് ആരെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു തരത്തിൽ ഇങ്ങനെ വായിച്ചു വരുമ്പോഴായിരിക്കും എന്ത് തോന്നുന്നത്, നമ്മുടെ മൈൻഡ് പറയും നിനക്ക് ജോലി വേണമെങ്കിൽ അതൊന്നുമല്ല, അത് ഇങ്ങനെയാണ്, നീ എന്നെ വായിച്ചിട്ടില്ലേ എന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1935 എന്നുള്ളത് എന്ത് ചെയ്തോണം, പ്രത്യേകിച്ച് അവിടെ ഓർത്തിരുന്നോണം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നിയമസഭകൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമസഭകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇനിയോ അവിടെ മൂന്നാമതൊരു സെന്റൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെയും അതേപോലെ തന്നെ നാട്ടുരാജ്യത്തിലെയും അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടാണ് സീറ്റുകൾ അനുവദിച്ചത്. ജനസംഖ്യ എങ്ങനെയാ, 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ കാണണം, കാരണം ഇവിടെ 3 ബുള്ളറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രവിശ്യകളിലെ നിയമസഭകളിൽ നിന്നുമാണ്. പിന്നെ രണ്ടാമത് എങ്ങനെ പറഞ്ഞു, 35 ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിയമസഭകൾ സ്ഥാപിക്കപ്പെട്ടത്. പിന്നെയോ 1:10 lakh എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. ഇനി ആ സീറ്റിന്റെ കണക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് തൊട്ടിപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആൾറെഡി അവിടെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്ന് എത്ര പേര്, 296 പേര്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്ന് 296 പേര്, 292 പേര് ഗവർണർ ജനറലിന്റെ പ്രോവിൻസുകളിൽ നിന്നും പ്ലസ് 4 കമ്മീഷണേഴ്സ് പ്രോവിൻസിൽ നിന്നും. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 296. അപ്പൊ മുമ്പ് PSC ചോദിച്ച സമയത്ത് ഈ 296 എന്ന് കൊടുക്കുന്നതിന് പകരം 292 കൊടുത്തു. മനസ്സിലായല്ലോ. മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചോദിച്ച സമയത്ത് 296 കൊടുക്കുന്നതിന് പകരം ഈ 292 കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അവിടെ ഓർത്തിരുന്നോണം. ഈ 4 കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ഒഴിവാക്കിയിട്ടാണ് ഈ 292 എന്ന് അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആകെ എത്ര അംഗങ്ങളാ, ആകെ 389 അംഗങ്ങളാണ്. അതിൽ 296 പേര് ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നും 93 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നും. ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുള്ളത്. മനസ്സിലായാലോ. ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, 93 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതും +1 ടെക്സ്റ്റ് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് തന്നതും +1 ടെക്സ്റ്റ് തന്നെയാണ്. അതിന്റെ മുന്നിട്ടത് +1 തത്തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കുകൾ പലതരത്തിലുണ്ട്, പക്ഷെ കണ്ടന്റ് ഒക്കെ ഒന്നാണ്. പക്ഷെ എല്ലാവരും ഈ നമ്പറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പറുകൾ എല്ലാം നോക്കിയിട്ട് തെറ്റിച്ചിരിക്കുന്നു. അപ്പോ 389 പാകിസ്ഥാന്റെ വിഭജനത്തിന് ശേഷം എത്രയായിരുന്നു, 299 കേട്ടോ. പാകിസ്ഥാന്റെ വിഭജനത്തിന് ശേഷം 299 എന്നുള്ളത് എന്ത് ചെയ്യാം, പ്രത്യേകിച്ച് അവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഈ നമ്പറുകളിൽ ആകെ എടുത്തു ചോദിക്കാറുള്ളതെന്ന് പറയുന്നത് 93ഉം 296ഉമാണ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ രണ്ടും കൂടെ പഠിക്കണം എന്നില്ല. കാരണം എന്താ, ആകെ 389 എന്ന് പഠിക്കുക, പിന്നെയോ നാട്ടുരാജ്യം 93 എന്നുള്ളത് ഇതിലത്തെ 9ഉം ഇതിലത്തെ ഈ 3ഉം ഈ ലെവലിൽ കാണുക, നാട്ടുരാജ്യം എന്നുള്ള ലെവലിൽ കാണുക. അപ്പൊ നമുക്ക് ഏത് കിട്ടി, 93 അവിടെ കിട്ടി. പിന്നെ അത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏതേ ഉള്ളൂ, 296 ഉള്ളൂ. ഈ ലെവലിൽ അവിടെ കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്,
292 അംഗങ്ങളെ, പിന്നെ 93 അംഗങ്ങളെ നാട്ടുരാജ്യങ്ങൾ. ഓക്കെ, അവിടെ അത്രയും മതി കേട്ടോ. ഇനി അവിടെ ഉപയോഗിച്ചിരുന്ന വോട്ടിംഗ് സിസ്റ്റം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഈ പറയുന്ന പ്രവിശ്യ നിയമസഭയിലെ ഓരോ സമുദായത്തിലെയും അംഗങ്ങൾ അവരുടെ സ്വന്തം പ്രതിനിധികളെ തെരഞ്ഞെടുത്തത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച്. നമ്മൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയൂലേ, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച്. അതൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്തോണം. ബ്രിട്ടീഷ് പ്രവിശ്യകളിലെ നിയമസഭകളിൽ നിന്നും ഏതിലൂടെയാണ്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലൂടെയാണ് എന്ത് ചെയ്തത്? പ്രതിനിധികളെ തെരഞ്ഞെടുത്തിരുന്നത് എന്നുള്ളത്. അപ്പൊ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നുള്ളത് കേട്ടോ. ഇവിടെ സമുദായം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം, അങ്ങനെ സമുദായത്തിനനുസരിച്ചിട്ടായിരുന്നു ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എന്ത് ചെയ്തിരുന്നത്? സീറ്റ് നിശ്ചയിച്ചിരുന്നത് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്പേഴ്സും ആയല്ലോ. ഇനിയോ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയങ്ങളാണ് നമ്മൾ എന്തായിട്ട് അംഗീകരിച്ചത്? ആമുഖമായിട്ട് അംഗീകരിച്ചത് അല്ലെ? ഭരണഘടനയുടെ ആമുഖമായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് ഏതാണ്? നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയങ്ങളാണ്. ആ ലക്ഷ്യപ്രമേയങ്ങളിലെ പ്രധാന ഇനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം 2 ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം എന്ത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റു അവതരിപ്പിച്ച, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയങ്ങളാണ് എന്ത് നമ്മൾ ആമുഖമായിട്ട് അംഗീകരിച്ചത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന, ആ ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന, അത് അങ്ങനെ ഇങ്ങോട്ട് എടുത്തതല്ല കേട്ടോ. അത് അങ്ങനെ ഇങ്ങോട്ടേക്ക് കറക്റ്റ് ആയിട്ട് എടുത്തൊന്നല്ല. ലക്ഷ്യപ്രമേയം തയ്യാറാക്കിയത് എന്നുള്ള ലെവലിൽ അതിൽ പ്രധാന ഇനങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. പിന്നെയോ മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ. ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശങ്ങൾ സ്വയം ഭരണാധികാരമുള്ളവയായിരിക്കും. യൂണിയനിൽ നിക്ഷിപ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഒഴികെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രദേശങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കും. പിന്നെയോ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും അതിന്റെ ഭരണഘടനയുടെയും സർവ്വ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് സിദ്ധിക്കുക. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും? ഓൾറെഡി ഭരണഘടനയുടെ ബേസിക് ഫാക്ടുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇത് റിജിഡ് ആണോ, ഫ്ലെക്സിബിൾ ആണോ, ക്വാസി ഫെഡറൽ ആണോ, എന്നാണ് വന്നത്, ഡേറ്റ്, ആരാണ് ശില്പി, അല്ലെങ്കിൽ ആരാണ് പിതാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആൾറെഡി ബേസിക് നമ്മൾ എല്ലായിടത്തും പഠിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന് ചോദ്യകർത്താവിന് വേറെ എവിടെയും പോകണ്ട. ഇത് ടെക്സ്റ്റിൽ നിന്ന് നേരെ എന്ത് ചെയ്താൽ മതി? അവിടെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ടാൽ മതി കേട്ടോ. ടെക്സ്റ്റുകളുടെ ടേബിളും അതേപോലെ തന്നെ കാര്യങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്. ഇതുപോലെ 4 ബുള്ളറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദ്യകർത്താവിന് എന്ത് മാത്രം വരുത്തിയാൽ മതി? ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ഇനങ്ങളിൽ പെടുന്നത് എന്ന് മാത്രം കൊടുത്താൽ മതി. അവിടെ മനസ്സിലായോ? ഇവിടെ പെടുന്നത് മാത്രം കൊടുത്താൽ മതി. ബാക്കി 4 എന്ത് ചെയ്താൽ മതി? അതേപോലെ അവിടെ കൊടുത്താൽ മതി. അപ്പൊ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. അതിൽ പിന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനില്ല, മാറ്റം വരുത്താനില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്താൽ മതി. നമുക്ക് കണ്ടാലും അറിയാൻ പറ്റും. മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ എന്നുള്ളത്. അപ്പൊ അവിടെയും പ്രത്യേകിച്ച് എന്ത് ചെയ്യാനില്ല. അവിടെ മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ. അത് നമ്മൾ ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കിൾ ഫസ്റ്റ് പറയുന്നുണ്ട് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നില്ലേ? ആ ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിലും നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനില്ല, അവിടെ മാറ്റം വരുത്താനില്ല. ഇനിയോ ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശങ്ങൾ സ്വയം ഭരണാധികാരമുള്ളവയായിരിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ നമുക്കിത് കൊടുത്താലും നമുക്കത് എന്തായിട്ട് തോന്നും? ഇത് തെറ്റല്ലേ? ഇന്ത്യൻ യൂണിയനിൽപ്പെട്ടവർക്ക് എങ്ങനെ സ്വയം ഭരണാധികാരം ഉണ്ടാവുക എന്ന് നമുക്ക് അവിടെ തോന്നിപ്പോവും. മനസ്സിലായല്ലോ? ഈ സ്വയം ഭരണാധികാരം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ?
യൂണിയനിൽ നിക്ഷിപ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഒഴികെ എന്നാണ് പറയുന്നത്. യൂണിയനിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ഫുൾ എന്താണ്? യൂണിയൻ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഈ പ്രദേശങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കും. നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിശദമായിട്ട് +2 ടെക്സ്റ്റ് ബുക്കിൽ അങ്ങ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഫുള്ള് യൂണിയൻ ലിസ്റ്റ് ആവുമായിരുന്നു നല്ലത്. നമുക്ക് ഫെഡറലിസം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനുണ്ട്? സെപ്പറേറ്റ് ഒരു ടോപ്പിക് പഠിക്കാനുണ്ടല്ലോ. +2 പ്രത്യേക ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, ഫെഡറലിസം എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് വെറുതെയാണ്. സ്റ്റേറ്റിന് ഈ പറയുന്ന പരമാധികാരം എന്നൊക്കെ പറയുന്നതൊക്കെ സ്വയംഭരണാധികാരം എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. എല്ലാം കേന്ദ്രത്തിന് എന്നുള്ളത് പ്രത്യേകം എടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫുൾ പവർ എന്ന് പറയുന്നത് ശക്തമായ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഏതിനുണ്ട്? ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ യൂണിയനിൽ നിക്ഷിപ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഒഴികെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രദേശങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കും. അപ്പൊ ഇതും കറക്റ്റ് തന്നെയാണ് ഓർത്തിരിക്കുക. സ്വയംഭരണാധികാരമുള്ളവയായിരിക്കും. അത് ഏതിൽ പെട്ടതാണ്? ലക്ഷ്യപ്രമേയങ്ങളിൽ പെട്ടതാണ്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും അതിന്റെ ഭരണഘടനയുടെയും സർവ്വ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് സിദ്ധിക്കുക. പരമാധികാരം എന്ന് പറയുന്ന ആർക്കാണ്? ജനങ്ങൾക്കാണല്ലോ, അല്ലെ? അതും കുഴപ്പമില്ല, അതിലും എന്ത് ചെയ്യാനില്ല, ട്രാപ്പ് ഒന്നും നമുക്ക് വരാനൊന്നുമില്ല. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കും. പദവി സമത്വം, അവസര സമത്വം, നിയമത്തിന് മുന്നിൽ തുല്യത എന്നിവ ഉറപ്പുവരുത്തും. ഇതിലും മാറ്റം വരുത്തൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും ഒരു ചോദ്യകർത്താവ് ഒഴിവാക്കുന്ന പോയിന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രയും കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതിലത്തെ ബാക്കി ഏതെങ്കിലും 4 എടുത്താൽ മതി എന്നുള്ളതേ ചിന്തിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുക. അപ്പൊ ഇതിൽ നിന്ന് ചോദ്യം ഇടുമ്പോൾ തന്നെ ചാൻസ് കൂടുതൽ ഏതിനാ? 1, 2, 3, 4. മനസ്സിലായല്ലോ? 1, 2, 3, 4 എന്നിവ ശരിയാണെന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നത്. ഇനിയോ ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ പ്രദേശങ്ങൾ, അധസ്ഥിതർ, മറ്റു പിന്നോക്ക വർഗങ്ങൾ എന്നിവർക്ക് മതിയായ സംരക്ഷണം നൽകും. അതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ശരിയാണ് എന്നുള്ളത് തന്നെ എന്ത് ചെയ്യും? അവിടെ തോന്നും. അതിലും ട്രാപ്പുകളൊന്നും ഒരുക്കാനൊന്നുമില്ല. പരിഷ്കൃത രാഷ്ട്രങ്ങളുടെ നീതിക്കും നിയമങ്ങൾക്കും അനുസൃതമായി റിപ്പബ്ലിക്കിന്റെ പ്രദേശപരമായ അഖണ്ഡതയും ഭൂമി, കടൽ, വ്യോമം എന്നിവന്മേലുള്ള പരമാധികാരവും നിലനിർത്തും. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പിന്നെ ഭൂമി, കടൽ, വ്യോമം അതിലെങ്ങനെ പരമാധികാരം ഉണ്ടാവും? അവിടെ രാജ്യത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ തോന്നിപ്പോകും. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരയായിട്ടുള്ള അതിർത്തിയാണെങ്കിലും കടലായിട്ടുള്ള അതിർത്തിയാണെങ്കിലും ആകാശമായിട്ടുള്ള അതിർത്തിയാണെങ്കിലും അത്രയും അധികാരം എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരിഷ്കൃത രാഷ്ട്രങ്ങളുടെ നീതിക്കും നിയമങ്ങൾക്കും അനുസൃതമായി റിപ്പബ്ലിക്കിന്റെ പ്രദേശപരമായ അഖണ്ഡതയും, അവിടെ ഭൂമി, കടൽ, വ്യോമം എന്നൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചിന്ത പോകുന്നത്. അവിടെ കര, കടൽ, വ്യോമയാനം ഇത്ര മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ലോക സമാധാനവും മാനവരാശിയുടെ ക്ഷേമവും വളർത്തുന്നതിന് രാജ്യം പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ സംഭാവനകൾ നൽകും. അതിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു തവണ വായിച്ചു വിട്ടാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. പരിഷ്കൃത രാഷ്ട്രങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഷ്കാരികളായിട്ടുള്ള, അതായത് സിവിലൈസഡ് ആയിട്ടുള്ള എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കഴിഞ്ഞു. ഈ 2 ടേബിളും കൂടെ പിന്നെ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു ചാപ്റ്ററിലുള്ളൂ കേട്ടോ. ഇനി ഇതിലുള്ള എന്താ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നു, ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഓർത്തിരിക്കാനുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? ഡിസംബർ 6-ാം തീയതി എന്ത് രൂപം കൊള്ളുന്നു? ഡിസംബർ 6-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപം കൊള്ളുന്നു. 9-ാം തീയതി ആദ്യ സമ്മേളനം, അതിവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 6-ാം തീയതി ഇതിലില്ല. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഡൽഹിയിൽ കൂടുന്നു. ഈ 9-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, സച്ചിദാനന്ദ സിൻഹ കേട്ടോ, ഏറ്റവും വയസ്സായ ആളെ ശശിയാക്കുന്നു എന്നുള്ള ലെവലിൽ ഓർത്തിരുന്നാൽ മതി. സച്ചിദാനന്ദ സിൻഹ 9-ാം തീയതി എന്ത് ചെയ്യുന്നു, താൽക്കാലിക അധ്യക്ഷനാക്കുന്നു എന്നുള്ളത്. അയാൾ താൽക്കാലിക അധ്യക്ഷനാണ്. ഏറ്റവും വയസ്സിന് മൂത്ത ഒരാളെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൂതിപ്പെടുത്തിയിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു,
പെർമനന്റ് ആയിട്ടുള്ള ചെയർമാനെ വേറെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ആ പേര് അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. സച്ചിദാനന്ദ സിൻഹ ഷോർട്ട് ഫോം ആക്കുമ്പോ പറ്റിയ പേരാണ് അല്ലെ. അപ്പൊ എന്തോ ഓർത്തിരുന്നാൽ മതി അവിടെ. ഡിസംബർ 6-ാം തീയതി എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്നു. 9-ാം തീയതി ആദ്യ സമ്മേളനം. പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ഓർത്തിരുന്നോണ്ടോ. ഇത് തമ്മിൽ എന്ത് ചെയ്യരുത്, മാറരുത്. PSC പലപ്പോഴും എടുത്തു ചോദിക്കുന്ന ചോദ്യം ഏതാണ്? 9-ാം തീയതി ആദ്യ സമ്മേളനം എന്നുള്ളതാണ്. 9-ാം തീയതി ആദ്യ സമ്മേളനം ജൂലൈയിൽ ഇലക്ഷൻ നടക്കുന്നതാണ് കേട്ടോ. ജൂലൈയിൽ എന്ത് ചെയ്യുന്നതാണ്? തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ജൂലൈയിൽ ഇലക്ഷൻ നടക്കുന്നു. അതിന്റെ ബേസിൽ ഡിസംബർ 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഇനിയോ ഈ ഡിസംബർ 9-ാം തീയതി ആദ്യ സമ്മേളനം, 11-ാം തീയതി അടുത്ത സമ്മേളനം. ഈ 11-ാം തീയതി എന്ത് ചെയ്യുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാവുന്നു. അപ്പൊ സ്ഥിരം അധ്യക്ഷനായിട്ട് എപ്പോ വരുന്നു? ഡിസംബർ 11. ഇതൊക്കെ ഡേറ്റ് ആൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ആൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരുന്നോണം. പിന്നെ 13-ാം തീയതി എന്ത് ചെയ്യുന്നു? നെഹ്റു ഈ സഭയ്ക്ക് മുമ്പിൽ ലക്ഷ്യപ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. ആ ലക്ഷ്യപ്രമേയമാണ് നമ്മൾ തൊട്ട് മുമ്പ് അവിടെ പറഞ്ഞത് കേട്ടോ. ഡിസംബർ 13-ാം തീയതി ലക്ഷ്യപ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ലക്ഷ്യപ്രമേയങ്ങളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഭരണഘടനയുടെ ആമുഖമായിട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഇനി ഒരു ഡേറ്റും കൂടെ അവിടെ ഓർത്തിരിക്കാനുള്ളത്, അവസാന സമ്മേളനം എപ്പോഴാണ്? 24-ാം തീയതി ജനുവരി. നമ്മളെ റിപ്പബ്ലിക്കിന്റെ 2 ദിവസം മുമ്പ് എന്നുള്ള ലെവലിൽ അവിടെ കണ്ടാൽ മതി കേട്ടോ. ജനുവരി 24-ാം തീയതിയാണ് അവസാന സമ്മേളനം എന്നുള്ളത് പ്രത്യേകിച്ച് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കുക. ഇനി അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞു? 1947 ഓഗസ്റ്റ് 29-ാം തീയതി നമുക്ക് എടുത്തു ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. എന്ത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് കേട്ടോ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. അപ്പൊ ആ ഡേറ്റ് ആണ് ഇത്, ഓഗസ്റ്റ് 29. സ്വാതന്ത്ര്യം കിട്ടി 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്നോർത്താൽ മതി. സ്വാതന്ത്ര്യം കിട്ടി 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്നോർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ഇവിടെ ഒരു ട്രാപ്പ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. എന്ത്? 1949 ഓഗസ്റ്റ് 29 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏതേ സെലക്ട് ചെയ്യുള്ളൂ? 49 ഓഗസ്റ്റ് 29 സെലക്ട് ചെയ്യുള്ളൂ. കാരണം എന്താണെന്നറിയോ? 50-ലല്ലേ ഭരണഘടന നിലവിൽ വരുന്നത്? 49 നവംബറിലല്ലേ അംഗീകരിക്കുന്നതും? നവംബർ 26-നല്ലേ അംഗീകരിക്കുന്നത്? സ്വാഭാവികമായി 47 എന്ന് കൊടുക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് 47 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്വാതന്ത്ര്യത്തിന്റെ തിരക്കാണ്, അപ്പോഴൊന്നും എന്തായാലും സാധ്യതയൊന്നുമില്ല. പിന്നെയോ ഓഗസ്റ്റ് മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയമാണ്, അതിനൊന്നും എന്തായാലും സാധ്യതയില്ല. 49 ഓഗസ്റ്റ് 29 ആവാനേ സാധ്യതയുള്ളൂ എന്ന് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇങ്ങനെ വല്ലാണ്ട് പ്രഷർ ചെയ്യും. മനസ്സിലായല്ലോ? കാരണം ഇതുപോലെ പല ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. മുമ്പേ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പരീക്ഷാ ഹാളിൽ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952-ലാണ് രൂപം കൊള്ളുന്നത് അല്ലെ. ദേശീയ വികസന സമിതി എന്ന് പറഞ്ഞത് ഇതെന്തിനാ? പഞ്ചവത്സര പദ്ധതികൾ അംഗീകരിക്കാനുള്ള സമിതിയാണ് ഏത്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. 52-ലാണ് രൂപീകരിച്ചത്. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചതോ 51-ൽ. അപ്പൊ ഒരു പരീക്ഷയ്ക്ക് പോയ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എന്ത്? 52 എന്ന് കണ്ടപ്പോ 52 എന്തായാലും ആവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഈ സാധനമാണ് പഞ്ചവത്സര പദ്ധതി അംഗീകരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതി 51-ൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് അംഗീകരിച്ചാലേ ഇത് തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ലെവലില് ഇത് 51-ൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ 51-ന് മുന്നേ എന്തായാലും ഈ സമിതി രൂപീകരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്ത് എന്ത് ചെയ്യും, അവിടെ ചില സമയത്ത് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ വായിച്ചൊന്നാവില്ല. ചില സമയത്ത് നമ്മുടെ മൈൻഡ് ആ ഒരു ലെവലിലേക്ക് നമ്മളെ മാറ്റി പിടിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന 49 ഒക്കെ എന്ത് ചെയ്യും? ഇതേപോലെ കാണാറുണ്ട്. അപ്പൊ 49 നവംബർ 26-ന് അംഗീകരിക്കുന്നു. 47 ഓഗസ്റ്റ് 29-ാം തീയതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനിയോ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച
കടം കൊണ്ട ആശയങ്ങളാണ് ഇത്. അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ. നമ്മൾ നോർമലി എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ നോർമലി വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം എന്ത് ചെയ്യാറില്ല, നമ്മൾ കേൾക്കാറേ ഇല്ല എന്നുള്ളതാണ് അല്ലെ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്നാ പിന്നെ അതങ്ങോട്ട് കൊടുത്താൽ പോരെ അല്ലെ. നമ്മൾ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ലേ, ഒരാൾ മാത്രം ജയിപ്പിച്ചെടുക്കുന്ന പരിപാടി ഇല്ലേ, കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്, അതിനെയാണ് ഏത് വിശേഷിപ്പിക്കുന്നത്, ഈ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ എന്നുള്ളത്. കുറച്ചു പേര് അതുമ്പോ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ചു നേരം പോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് എന്താ സംഭവം, ഞാൻ ഇതുവരെ ബ്രിട്ടീഷുകാരുടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം എടുത്തോന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ലെവലിലേക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് പ്രത്യേകിച്ച് അവിടെ ഓർത്തിരുന്നോണം, ബ്രിട്ടീഷുകാരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം. പാർലമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്രിട്ടീഷ് പാർലമെന്റേ നമുക്കറിയുള്ളൂ. അപ്പൊ അവരിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, എടുത്തത്. നിയമവാഴ്ച, ഇവിടെ വാഴിപ്പിച്ച നിയമം എന്ന് പറയുന്നത് ആരുടെ നിയമമായിരുന്നു, ബ്രിട്ടീഷുകാരുടെ നിയമമായിരുന്നു അല്ലെ. മെക്കാളെ ഉണ്ടാക്കിയ IPC ആണ് നമ്മൾ ഇപ്പോഴും വെച്ച് എന്ത് ചെയ്യുന്നത്, ഓട്ടിച്ചോണ്ട് പോകുന്നത്. പിന്നെയോ സ്പീക്കർ എന്ന സ്ഥാപനവും അദ്ദേഹത്തിന്റെ ചുമതലകളും നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. ഈ നിയമവാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ നിയമനിർമ്മാണ നടപടി അതിൽ തന്നെ നമുക്ക് കിട്ടും. അതായത് പാർലമെന്റ് ആണല്ലോ നിയമനിർമ്മാണ നടപടി എന്ന് പറയുന്നത്. പാർലമെന്റ് തന്നെ എവിടെ നിന്ന് എടുത്തതാ, പാർലമെന്റ് തന്നെ നമ്മൾ ബ്രിട്ടനിൽ നിന്നും എടുത്തതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഇതിൽ നിന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ പെടുന്നത് പെടാത്തത് ചോദിച്ചൂടെ. കാരണം ഇനി എളുപ്പമാണ്, ഇതിൽ ഓരോന്നിലും ഓരോ ചോദ്യങ്ങൾ കിടപ്പുണ്ട്, ഓരോ പരീക്ഷയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ഇത് ഒരെണ്ണം 10th ലെവലിന് ഇട്ടോ, ഇത് ഒരെണ്ണം +2 ലെവലിന് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മാറ്റി മാറ്റി ഇങ്ങനെ കൊടുത്താൽ മതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ പെടുന്നത് പെടാത്തത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ നോർമലി തന്നെ എന്ത് ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്. പക്ഷെ അന്നൊക്കെ നമ്മളോട് ചോദിക്കുക എന്താ, നിയമവാഴ്ച ഏത് രാജ്യത്തിൽ നിന്നും കടം കൊണ്ടതാണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളോട് എന്ത് ചെയ്യുന്നു, ബ്രിട്ടനിൽ നിന്ന് എടുത്ത എല്ലാം നിനക്കറിയോ എന്ന് ഞാൻ നോക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനിയോ കാനഡയിൽ നിന്നും നമ്മൾ കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം. നമ്മൾ ഫെഡറൽ സംവിധാനം എവിടെ നിന്ന് എടുത്തതാ, ഫെഡറൽ സംവിധാനം കാനഡയിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയോ അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം, റെസിജ്വറി പവേഴ്സ് എന്ന് പറയുന്ന അവശിഷ്ട അധികാരങ്ങൾ നമ്മൾ എവിടെ നിന്ന് എടുത്തതാ, കാനഡയിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് കേട്ടോ. രണ്ടെണ്ണം ഫെഡറൽ സംവിധാനം, അവശിഷ്ട അധികാരങ്ങൾ. അപ്പൊ അർദ്ധ ഫെഡറൽ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, PSC ചോദിക്കാറുള്ളത് കേട്ടോ. ഫെഡറൽ സംവിധാനം എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, എടുത്തു ചോദിക്കാറുള്ളത്. ഇനിയോ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പിന്നെയോ റിപ്പബ്ലിക് എന്ന ആശയം. റിപ്പബ്ലിക്കും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നും എവിടെ നിന്ന് എടുത്തതാ, അത് നമുക്ക് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കാണുന്നതാണ്. പക്ഷേ റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇതേ ഫ്രാൻസ് കൊണ്ടുപോയി പലരും കറപ്പിക്കാറുണ്ട്. മനസ്സിലായല്ലോ. റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്, റോമക്കാരാണ് കേട്ടോ. നമ്മൾ ഗ്രീക്ക് റോമൻ സംസ്കാരം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് റോമൻ റിപ്പബ്ലിക് എന്ന് പ്രത്യേകം അവിടെ പഠിക്കുന്നില്ലേ. റോമൻ റിപ്പബ്ലിക്, റോമക്കാരാണ് റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് എന്നെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ റിപ്പബ്ലിക് ഏതാന്നുള്ളതാണ് അടുത്ത് ചോദിച്ചു. നമ്മൾ കടം കൊണ്ട റിപ്പബ്ലിക് നമ്മൾ എവിടെ നിന്ന് എടുത്തതാ, അത് ഫ്രാൻസിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത്. മനസ്സിലായല്ലോ. റിപ്പബ്ലിക്കൻ ഭരണ രീതിയല്ല, റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലും ആൾറെഡി എന്ത് ചെയ്യുന്നതാണ്, പറയുന്നതാണ്. റിപ്പബ്ലിക്, റോമൻ റിപ്പബ്ലിക് എന്നത് ഭരണം രീതി തന്നെ എന്ത് ചെയ്തതാണ്, കാണിച്ചു കൊടുത്താണ്. റോമൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത് പെട്രീഷ്യന്മാര്, പ്ലേബിയന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടാത്തൊരു ടോപ്പിക് ഇല്ലേ,
നിങ്ങൾ കൊളോസി ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ? കൊളോസി ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ, അവിടെ റോമൻ റിപ്പബ്ലിക്, റോമാ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട്, ജസ്റ്റീനിയൻ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോരുന്നില്ലേ? ആ സമയത്ത് റോമൻ റിപ്പബ്ലിക് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് മുന്നിൽ വെച്ചു കൊടുക്കുന്നത് എന്നുള്ള ലെവലിലാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. നമ്മള് കടം കൊണ്ടത് ഫ്രാൻസിൽ നിന്നുള്ള റിപ്പബ്ലിക്കാണ്, അത്രമാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി. നമ്മൾ ഇങ്ങോട്ടേക്ക് എവിടുന്ന് എടുത്ത്, നമ്മൾ സാധാരണ പറയാറില്ലേ സാമ്പാറൊക്കെ നല്ല രസമുണ്ട് പക്ഷെ എന്റെ ഇലയിലോട്ട് ഒഴിക്കണ്ട എന്ന് പറയില്ലേ എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ. റോമൻ റിപ്പബ്ലിക് ഒക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങൾക്ക് അത് വേണ്ട, ഞങ്ങൾ എവിടുന്ന് മതി, ഞങ്ങൾക്ക് ഫ്രാൻസിൽ നിന്നാണ് ഞങ്ങൾ റിപ്പബ്ലിക് എന്ന ആശയം സ്വീകരിച്ചത് എന്നുള്ള ആ ലെവലിൽ കണ്ടാൽ മതി. നമ്മൾ പല ഐറ്റങ്ങളും എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. നമ്മളൊരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടുന്നാണ്, ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം. ഇനിയോ അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങൾ, പിന്നെയോ ജുഡീഷ്യൽ റിവ്യൂ, ഇനിയോ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ഒരു സ്വതന്ത്ര ജുഡീഷ്യറി എന്നുള്ള ആശയവും നമ്മൾ എവിടുന്ന് എടുത്തതാ, സുപ്രീം കോടതി എന്നുള്ള ആശയം എവിടുന്ന് എടുത്താന്ന് ഓർത്താൽ മതി. ഈ പറയുന്ന അമേരിക്കയിൽ നിന്ന് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്താൽ മതി. ആമുഖവും എവിടുന്നാണ്, ആമുഖവും അമേരിക്കയിൽ നിന്ന്. അപ്പോ ആമുഖം, സ്വതന്ത്ര ജുഡീഷ്യറി, പിന്നെയോ ജുഡീഷ്യൽ റിവ്യൂ, മൗലികാവകാശങ്ങൾ. ഈ ജുഡീഷ്യൽ റിവ്യൂ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, വളരെ ഡീപ്പായിട്ടൊക്കെ എടുത്ത് ചോദിക്കാറുള്ളത്. ജുഡീഷ്യൽ റിവ്യൂവിന്റെ സ്കോപ്പ് എവിടെയാണ്, ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് ഡീപ്പായിട്ട് തന്നെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. 143 നമ്മളത് നോർമലി എന്ത് ചെയ്താൽ മതി, ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ലെവലിൽ 13 എന്ത് മാത്രമേ ഉള്ളൂ, സ്കോപ്പ് മാത്രമേ ഉള്ളൂ. എന്നാലോ ഭരണഘടനയിൽ കറക്റ്റ് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, അപ്പൊ പിന്നെ മാറിപ്പോവില്ല. മനസ്സിലായോ? നമ്മൾ 13 എന്തായാലും പഠിക്കുമല്ലോ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട്, അവിടെ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ എഴുതി വെക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളും കൂടെ എഴുതി വെച്ചാൽ മതി 7 എന്നുള്ളത്. അപ്പൊ 137 എന്ന ആർട്ടിക്കിൾ ആണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 13 എന്ത് മാത്രമേ ഉള്ളൂ, 13 സ്കോപ്പ് മാത്രമേ ഉള്ളൂ, ജുഡീഷ്യൽ റിവ്യൂവിനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രം കേട്ടോ. പിന്നെയോ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇത് ഭരണഘടനാ ഭേദഗതി. ഇതിനെ എപ്പോഴും നമ്മൾ റിപ്പീറ്റ് അടിച്ച് കാണാറുള്ള ഒന്നാണ് ഇത്. അപ്പൊ ഇതിൽ നിന്ന് ഇവിടേക്ക് ഇപ്പൊ ഓരോന്നൊക്കെ അല്ലേ ഉള്ളൂ, ജർമ്മനി അടിയന്തരാവസ്ഥ, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയും കാണാം, മാച്ച് ദ ഫോളോയിങ് കാണാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്, തെറ്റായ ജോഡി ഏത്, അതൊരു ചോദ്യം ഇടാം. പിന്നെയോ മാച്ച് ദ ഫോളോയിങ് കാണാം. ഇപ്പുറത്ത് ബ്രിട്ടീഷ് ഭരണഘടന, കനേഡിയൻ ഭരണഘടന, ഫ്രഞ്ച് ഭരണഘടന, US ഭരണഘടന, ഐറിഷ് ഭരണഘടന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൊടുക്കാം. അപ്പുറത്ത് എന്ത് ചെയ്യാം, അപ്പുറത്ത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഓരോ ആശയങ്ങൾ അവിടെയും കൊടുക്കാം കേട്ടോ. അപ്പൊ ഭരണഘടനാ ഭേദഗതി. ഇനിയോ ഐറിഷ് ഭരണഘടന, ഐറിഷ് ഭരണഘടന, മാർഗനിർദ്ദേശക തത്വങ്ങൾ. നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നതാ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. പിന്നെയോ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ, തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ, അതും എവിടെ നിന്ന് എടുത്തതാ, നമ്മൾ അയർലൻഡിൽ നിന്ന് എടുത്താണ്. അതാണ് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എന്ത് ചെയ്തത്, ചോദിച്ചത് കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുത്തതാണ്, ആ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐറിഷ് ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് എന്നുള്ളത്. എലക്ഷൻ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് പറയുന്നില്ലേ, ആ സംഭവം നമ്മൾ എവിടെ നിന്ന് എടുത്തതാ, അയർലൻഡിൽ നിന്നും എടുത്തതാണ്. ഇനിയോ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് ഇത് കൺകറന്റ് ലിസ്റ്റ് കേട്ടോ. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. ജർമ്മനിയോ, ജർമ്മനി അടിയന്തരാവസ്ഥ. അപ്പൊ ഇതൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട്, പിന്നെ ഭരണഘടനാ ഭേദഗതി, കൺകറന്റ് ലിസ്റ്റ്, അടിയന്തരാവസ്ഥ, ഇതൊക്കെ നമുക്ക് എന്നും എന്ത് ചെയ്യുന്നതാണ്, ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയോ
അപ്പൊ അത്രയാണ് അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഡയറക്റ്റ് എന്ത് ചെയ്യാനുള്ളത്, അവിടെ നോക്കാനുള്ളത്. ഇനിയോ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളിൽ പെടുന്നത് പെടാത്തത് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഏത്? ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. മനസ്സിലായല്ലോ? ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ശരിയായതാണ് എന്ന് ഓർത്തിരിക്കാം. രണ്ടാമത്തതോ, വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്താനുള്ള സാധ്യതയും അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള പരിധിയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. മനസ്സിലായല്ലോ? വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മളില്, അല്ലെ? അല്ലാതെ ഫുള്ളായിട്ട് റിജിഡ് ആണോ? മാറ്റങ്ങൾ വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭരണഘടനയാണോ? നമ്മള് പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ എന്നുള്ളതാണ്. പകുതി നമുക്ക് എളുപ്പമാണ്, പകുതി ബുദ്ധിമുട്ടാണ്. മൗലികാവകാശങ്ങളിലൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്താനുള്ള സാധ്യതയും അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള പരിധിയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഈ സന്തുലിതാവസ്ഥ എന്ന് മാറ്റിയിട്ട് അവിടെ അന്തരം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും അറിയൂല, നിങ്ങളും അറിയൂല. മനസ്സിലായല്ലോ? ഈ ഒരു സെന്റൻസിന്റെ ഇടയിൽ ഈ മാറ്റം വരുത്താനുള്ള അധികാരവും അതേപോലെ തന്നെ അതിനുള്ള ഒരു പരിധി ഉണ്ടല്ലോ, ഇതും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് നമ്മുടെ ഭരണഘടന പറയുകയാണ് എന്ത്? മാറ്റങ്ങൾ വരുത്താം, പക്ഷേ മാറ്റങ്ങൾ വരുത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുന്നത്, അച്ഛൻ വീട്ടിൽ പറയും എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തോണം? പൈസ എടുത്തോണം. എന്നാൽ അതിനെന്തുണ്ട്? ഒരു പരിധി ഉണ്ട്. അല്ലാതെ തോന്നുമ്പോ അതിൽ കയറി പൈസ എടുക്കാനുള്ള ഓർഡർ അല്ല അത്. മനസ്സിലായോ? അപ്പൊ ആ പൈസ എടുക്കാനുള്ള ഒരു അധികാരം തന്നിട്ടുമുണ്ട്, എന്നാൽ അതിനുള്ള ഒരു പരിധി ഉണ്ട്. ഇത് രണ്ടും ഒരേ ഒരു സന്തുലിതാവസ്ഥയിൽ അമ്മയും മക്കളും ഒക്കെ കൊണ്ടുപോകണതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. മാറ്റം വരുത്താം, പക്ഷെ ആ മാറ്റം വരുത്തതിന് ഒരു പരിധി ഉണ്ട് എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പൊ അത് തമ്മിൽ എന്തുണ്ട്? ഒരു സന്തുലിതാവസ്ഥയുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എന്ത് ചെയ്യുന്നത് അത് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആ സന്തുലിതാവസ്ഥയ്ക്ക് പകരം മാറ്റിയിട്ട് അവിടെ അന്തരം എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവിടെ സംഭവം എന്താണെന്ന് മനസ്സിലാവില്ല, സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണെന്ന് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ അവിടെ സന്തുലിതാവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരുന്നത്. അങ്ങനെ ജനങ്ങൾ ആദരിക്കുന്ന ഒരു പ്രമാണമായി എന്നെന്നും നിലനിൽക്കും എന്ന് ഉറപ്പുവരുത്താൻ ഭരണഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയോ, ഇത് നമ്മൾ ആൾറെഡി നേരത്തെ തന്നെ എന്ത് ചെയ്താണ് പറഞ്ഞാണ്. ഇനി അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡയറക്റ്റ് കൊടുത്തൊരു ചോദ്യമാണെന്ത്? ഒരു ഭരണഘടന തകർക്കപ്പെടാതെ നിലനിൽക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ചോദ്യവും അവിടെ തന്നെ ഉണ്ട്, ഉത്തരവും അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ വായിച്ചോ അത്? ഒരു ഭരണഘടന തകർക്കപ്പെടാതെ നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഒന്നെന്താ? ഒന്ന്, അധികാര കേന്ദ്രീകരണം തടയണം. അധികാരം എന്ത് ചെയ്യാൻ പാടില്ല? ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കിടയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. അധികാരം വ്യത്യസ്ത സ്ഥാപനങ്ങൾക്കിടയിൽ വിഭജിക്കണം. ഒന്നാമത്തെ കാര്യം, അധികാരം വിഭജനം നടത്തിയിരിക്കണം എന്നുള്ളതാണ് ചുരുക്കം കേട്ടോ. നമ്മളെ ഡീസെൻട്രലൈസേഷൻ നടത്തുക എന്ന് പറയൂല നമ്മള്. അധികാരം ഏതെങ്കിലും, ഇപ്പോ എല്ലാ അധികാരങ്ങളും രാജാവിലാണെങ്കിൽ രാജാവിന് എന്ത് ചെയ്യാം? എപ്പോ വേണമെങ്കിലും ഭരണഘടന ഇങ്ങനെ മാറ്റി എഴുതാം. ഈ ഭരണഘടനയും വേണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്ത് വലിച്ചെറിയൊക്കെ ചെയ്യാം, അല്ലെ? നേരെ മറിച്ചോ, ഇന്ത്യയിൽ ഭരണകൂടം എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെ മൂന്നായിട്ട് കൊടുത്തിട്ടില്ലേ? മൂന്നിന്റെയും ഇടയിൽ ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഭരണഘടന കീറി എറിയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റേ രണ്ടെണ്ണം തടയും എന്നാണ് ഭരണഘടന പറയുന്നത്. മനസ്സിലായോ?
ഭരണഘടന ആ ഉറപ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഭരണഘടന തകർക്കപ്പെടാതെ നിലനിൽക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അധികാര കേന്ദ്രീകരണം തടയണം. അധികാരം എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആളുകളിലോ എന്ത് ചെയ്യാൻ പാടില്ല, കേന്ദ്രീകരിക്കാൻ പാടില്ല. പിന്നെയോ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ എന്ത് ചെയ്യണം, കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. റൈറ്റ് ടു പ്രൈവസി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. പഴയ കാലത്തായിരുന്നു. സ്വകാര്യത എന്ന് പറയുന്നത് മൗലികാവകാശമൊന്നും അല്ലാന്ന്. എന്നാൽ ഇപ്പോ എന്ത് പറഞ്ഞു, സ്വകാര്യത ഒരു മൗലികാവകാശമാണ്. കാലത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടു. മനസ്സിലായല്ലോ? ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് രണ്ടും അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭരണഘടന തകർക്കപ്പെടാതെ നിലനിൽക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ കൊടുക്കുകയാണ്, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ കാലോചിതമായിട്ടാണെങ്കിലും മാറ്റം വരുത്താൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ശരിയാണല്ലോ, മൗലിക അവകാശങ്ങളൊക്കെ പണ്ട് മുതലേ ഉള്ളതാണല്ലോ, അതൊക്കെ ഇങ്ങനെ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെല്ലാം ഒഴിവുണ്ടാവുള്ളൂ എന്നൊക്കെ എന്ത് ചെയ്യും, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ശരി എന്ന് തോന്നിപ്പോവും. മനസ്സിലായോ? ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ പറഞ്ഞിട്ടുള്ളത്. കാലത്തിനനുസരിച്ചിട്ട് പുതിയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, വ്യാഖ്യാനിക്കേണ്ടി വരും, ഉൾക്കൊള്ളിക്കേണ്ടി വരും, മാറ്റങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വരുത്തേണ്ടി വരും. ഭരണഘടന സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഏകോപിപ്പിക്കുകയും എല്ലാവരും നിയമം അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫസ്റ്റ് കർത്തവ്യങ്ങളിൽ. ഒരു സമൂഹത്തെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാര്യനിർവഹണ വിഭാഗത്തെയും നിയമനിർമ്മാണ സഭയുടെയും അധികാരങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങളിലൂടെ നിയന്ത്രിക്കപ്പെടുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തെറ്റാണെന്ന് തോന്നും. കാര്യനിർവഹണ വിഭാഗത്തെയും നിയമനിർമ്മാണ സഭയുടെയും അധികാരങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങളിലൂടെ നിയന്ത്രിക്കപ്പെടുന്നു. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തെറ്റാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ലല്ലോ, കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയല്ലേ നമ്മുടെ മൗലികാവകാശങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് തോന്നിപ്പോവും. അങ്ങനെയല്ല. ഭരണഘടന നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മൗലികാവകാശങ്ങൾ തന്നിട്ടുണ്ട്. പോലീസുകാരൻ തോക്കെടുത്തിട്ട് വെടിവെക്കാൻ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അവനെ കൊന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകും എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴേ നിരത്തി വെടിവെച്ചു. മനസ്സിലായോ? മനസ്സിലായല്ലോ? നമുക്ക് തന്നിരിക്കുന്ന മൗലികാവകാശങ്ങളെ കുറിച്ച് അയാൾക്ക് ബോധ്യമുണ്ട്, ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ബോധ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യപ്പെടുന്നു, കാര്യനിർവഹണ വിഭാഗത്തെയും നിയമനിർമ്മാണ സഭയുടെയും അധികാരങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങളിലൂടെ നിയന്ത്രിക്കപ്പെടുന്നു. പൗരന്മാർക്ക് മൗലികാവകാശമുണ്ട്. പൗരന്മാർക്ക് മൗലികാവകാശം ഉള്ളതുകൊണ്ട് അതിനെ ബഹുമാനിക്കണം എന്നുള്ള തോന്നൽ ഈ പറയുന്ന നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. ആർക്കുണ്ട്, കാര്യനിർവഹണ വിഭാഗത്തിനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ സെന്റൻസ് പ്രത്യേകിച്ച് അവിടെ ഉൾപ്പെടുത്തിയത് കേട്ടോ. നമ്മുടെ മൗലികാവകാശത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചില ആളുകൾക്ക്, നിങ്ങൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, സാറെ മേത്ത് തൊട്ട് കളിക്കല്ലേ, സാറ് വിവരം അറിയും എന്നുള്ള ലെവലിലേക്കൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് നമുക്കുള്ള മൗലികാവകാശങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു, നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എന്തിനുള്ളതാണ്, ഇതൊക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഇതും പറഞ്ഞിട്ട് നാളെ എന്ത് ചെയ്യണ്ട, അവിടെ എവിടെയും കയറി നിരങ്ങാൻ നിൽക്കണ്ട. ഇത് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാനുള്ളതാണ് കേട്ടോ. ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര ക്ഷേമ രാഷ്ട്രം രൂപീകരിക്കുക എന്നതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ലക്ഷ്യം. ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര ക്ഷേമ രാഷ്ട്രം രൂപീകരിക്കുക എന്നതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ലക്ഷ്യം. അത് പിന്നെ നമുക്ക് നോർമലി കേട്ടാൽ തന്നെ എന്ത് ചെയ്യും, അവിടെ മനസ്സിലാവും. ഇനിയോ ആധികാരികത നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്തു, അവിടെ പറഞ്ഞു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. പിന്നെ വോട്ടവകാശത്തെയും
കാര്യങ്ങളും പറഞ്ഞു. യാതൊരു, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് കാര്യങ്ങൾക്ക് വാദപ്രതിവാദം ഉണ്ടായിട്ടുണ്ട്. ചില ആശയങ്ങളൊക്കെ മുന്നിലേക്ക് ഇടുമ്പോ എന്തിനാ അത്, അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ കുറച്ച് ആളുകൾ പറയും അതിന്റെ ആവശ്യമുണ്ട്, അതില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, പല കാര്യങ്ങളും നടക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു വാദപ്രതിവാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന ടോപ്പിക് ഇട്ടപ്പോ ആർക്കും ഒരു എതിർപ്പില്ല, ഒരു തർക്കമില്ല, ഒന്നുമില്ല. അപ്പോ യാതൊരു പ്രതിവാദവും കൂടാതെ അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥയായിരുന്നു ഏത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ അങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു ചർച്ചയും ഒന്നുമില്ലാതെ നേരെ അങ്ങോട്ട് അംഗീകരിച്ചിട്ടുള്ളൂ കേട്ടോ. യാതൊരു പ്രതിവാദവും കൂടാതെ അംഗീകരിക്കപ്പെട്ട കൺസെപ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പൊ അവിടെ എന്ത് ചെയ്തു, അവിടെ തീർന്നു ആ ചാപ്റ്റർ. ഓക്കെ, ഈ ലെവലിൽ വേണം എന്ത് ചെയ്യാൻ, നിങ്ങളവിടെ ചാപ്റ്റർ വായിക്കാൻ. ഈ ലെവലിൽ വായിച്ചിട്ടില്ലെങ്കിലോ, ഞാനും +1 ചാപ്റ്റർ എന്ത് ചെയ്തതാ, വായിച്ചതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ എന്ത് ചെയ്യും, ടെലഗ്രാമിൽ എക്സാം ഇടും. ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൾറെഡി റെഡിയാണ്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു, നേരെ എക്സാം എഴുതിക്കും. അപ്പൊ ഈ ലെവലിൽ വായിച്ചിട്ടില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും, ചീത്തപ്പേര് ഏതും ആവും ചെയ്യും. +1 ടെക്സ്റ്റ് വരെ ഞാൻ വായിച്ചു എന്നുള്ളത് നമ്മൾ ആരെ തന്നെ ബോധ്യപ്പെടുത്തലാവും, നമ്മുടെ മൈൻഡിനെ തന്നെ ബോധ്യപ്പെടുത്തലാവും കേട്ടോ. പലപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത്, നമ്മളെ മൈൻഡ് നമ്മളെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യും. അത് പരീക്ഷാ ഹാളിലാണെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, മൈൻഡ് നമ്മളെ ഓവർ റൂൾ ചെയ്യുന്ന അവസ്ഥ എന്ത് ചെയ്യും, വരും. അപ്പൊ അത് പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് കുറെയൊക്കെ മൈൻഡിന് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്കും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോ എന്തായാലും ബാക്കി നാളത്തെ ചാപ്റ്ററും കൂടെ ഞാൻ അവിടെ ഇടും കേട്ടോ. ഇന്ന് അക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് 20% എന്ത് ചെയ്യുന്നു, റെഫറൽ കോഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് മാത്രമേ ഏതുള്ളൂ, ഫെബ്രുവരി 2 വരെ മാത്രമേ ഏതുള്ളൂ, 20% എന്ത് ചെയ്യുന്നു, അവിടെ റെഫറൽ കോഡ് യൂസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ഉള്ളത്. പോരാത്തതിന് നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റും കൂടെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവിടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ നാളത്തേക്കുള്ള ചാപ്റ്റർ, പിന്നെ പലർക്കുള്ള ഒരു സംശയമാണ് ഇത്, +1 +2 കംപ്ലീറ്റ് ചാപ്റ്റർ വേണ്ടി വരുമോ, ഇത് VFAക്ക് പറ്റുമോ, 10th ലെവലിന് പറ്റുമോ എന്നുള്ള ലെവലിലേക്കൊക്കെയുള്ള ചോദ്യം. ഇത് എല്ലാറ്റിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയും. അതുകൊണ്ട് ഏത് എക്സാമിനാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ വരാനിരിക്കുന്ന ഏത് എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഉപകാരപ്പെടും. +1ഉം +2 ആണ് ഞാൻ 10th ലെവലേ എഴുതുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ VUന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. +2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ 10th പ്രിലിംസിന് നമ്മൾ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്, ചില്ലാറിലൂടെയാണ് എന്നുള്ളത് +1 ചാപ്റ്ററിലെ ചോദ്യ. അങ്ങനെ എത്രയോ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് 10th പ്രിലിംസിന് അടക്കം ഉൾപ്പെടുത്തിയത് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഉള്ള സമയം വെറുതെ ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പല ന്യൂസുകളും വരും, എല്ലാം വരും. പക്ഷെ നമുക്ക് വരേണ്ടത് എന്ത് മാത്രമാണ്, നമുക്ക് ജോലി കിട്ടി എന്നറിയിച്ചുകൊണ്ടുള്ള ലെറ്ററാണ്. വേറെ എന്ത് ഫോർവേഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാലും നിങ്ങളെ ആരും എന്ത് ചെയ്യൂല, രക്ഷപ്പെടുത്തൂല. ഒരാളും വന്ന് നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യൂല, രക്ഷപ്പെടുത്തി കൊണ്ടുപോകൂല. പിന്നെയോ നിങ്ങളായിട്ട് നിങ്ങളുടെ സാഹചര്യം ഉണ്ടാക്കി, നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതാണ് ജോലി എന്നുള്ള അത്യാവശ്യത്തോടുകൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലേക്ക് ജോലി വരും. നിങ്ങളെ കൂടെ പലപ്പോഴും നിങ്ങൾക്ക് ഫോർവേഡ് മെസ്സേജ് അയക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് അങ്ങ് അയച്ചിട്ട് അവർ കുത്തിയിരുന്ന് എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് അവർ ജോലി വാങ്ങി എന്ത് ചെയ്യും, അവർ കയറി പോവുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫോർവേഡ് മെസ്സേജിന്റെയും അല്ലെങ്കിൽ ആ പിന്തിരിപ്പൻ മെസ്സേജിന്റെയും പേരിൽ നമ്മൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി സത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് സമയം കളഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. ലാസ്റ്റ് ഏറ്റവും അത്യാവശ്യമുള്ളവൻ എന്ത് ചെയ്യും, ഈ ലോകത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്, കുറച്ച് പാട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നന്നായിട്ട് പഠിച്ച് ജോലി കിട്ടുക എന്നതിനപ്പുറത്തേക്ക്
മറ്റുള്ളവരെ തളർത്തിയാലും എനിക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു ട്രെൻഡ് കൂടി എന്ത് ചെയ്തു ഇവിടെ വന്നു. അപ്പൊ ആ കാലത്തും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞുകൊള്ളുക. എല്ലാം എന്താണ്, അവനവന്റെ ജോലി എന്നുള്ളതാണ് ആദ്യം. അതിനപ്പുറത്തെ നമ്മൾ വേറൊരാളുടെ എന്തിനേയും കണക്കാക്കുന്നുള്ളൂ. അപ്പൊ അത് ആദ്യമേ മനസ്സിലാക്കിക്കോണം. അവനവന്റെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതിലേക്ക് തിരിയാനുള്ള സമയമുള്ളൂ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ജോലി വന്നിട്ട് നിങ്ങൾ എന്തോ കാണിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതാദ്യം അതിനുള്ള പണിയെടുത്തോളാം. ഓക്കെ, അപ്പൊ നാളെ കാണാം. അപ്പൊ ഗുഡ് നൈറ്റ്.